നമ്മൾ പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും വളർത്തുമൃഗങ്ങളോ, അത് പശുവോ ആടോ ഒക്കെ ആവാം, ഇവരൊക്കെ കടിക്കുകയോ മാന്തുകയോ അല്ലെങ്കിൽ ഈ നമ്മുടെ ബ്രോക്കൺ സ്കിന്നിൽ നക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പേവിഷബാധ, ആ മൃഗം ഇൻഫെക്റ്റഡ് ആണെങ്കിൽ പേവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കണം, വളരെ വൈകാതെ തന്നെ എടുക്കണം, അന്ന് തന്നെ പോയി എടുക്കണം. പക്ഷേ അതിന് മുൻപേ ചെയ്യേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ പറയുന്ന മുറിവ്. ഈ ഉണ്ടായ മുറിവ് ഒരു 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ, ഇപ്പോൾ ടാപ്പ് തുറന്നു വിട്ടോ അല്ലെങ്കിൽ ഷവറിൻ്റെ അടിയിലോ എവിടെയാണെന്ന് വെച്ച് ഒഴുക്കുള്ള വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകണം. ഈ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഈ റാബീസ് വൈറസ് ഏറ്റവും അധികം ഭയക്കുന്ന ഒരു സംഗതിയാണ് ഈ ഡിറ്റർജൻറ്റുകൾ. ഈ റാബീസ് വൈറസിൻ്റെ ആവരണത്തെ ആ സമയത്ത് തന്നെ നശിപ്പിച്ച് കളയാൻ ശേഷിയുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഈ നിസ്സാരമായ സോപ്പ് എന്ന് പറയുന്നത്. ഒരു 15 മിനിറ്റ് സോപ്പ് കൊണ്ട് കഴുകിയാൽ തന്നെ ആ മുറിവിൽ പറ്റിയിരിക്കുന്ന വൈറസിൻ്റെ വലിയൊരു ശതമാനം നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറൽ ലോഡ് ഭയങ്കരമായിട്ട് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ അതിന് ശേഷം മാത്രം ആശുപത്രിയിൽ എത്തിയാൽ മതിയായിരിക്കും. ഒരു 15-20 മിനിറ്റ് വൈകിയത് കൊണ്ട് ഈ പാമ്പ് കടിയേൽക്കുന്നത് പോലെ മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുള്ള ഒരു സംഗതി അല്ല റാബീസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം അവിടെ നമുക്ക് കിട്ടുകയും ചെയ്യും. വൈറൽ ലോഡ് വളരെ ഭംഗിയായിട്ട് കുറയ്ക്കാനും സാധിക്കും, വളരെ കാര്യക്ഷമമായിട്ട് കുറയ്ക്കാനും സാധിക്കും ഇങ്ങനെ സോപ്പിട്ട് കഴുകുന്നത് കൊണ്ട്.